മഹാഗുരുശരണം. ഹരഹരോ ഹരഹര ഓം ഗംഗണപതേ നമ പാർവതീപതേ. അപ്പോൾ ഇവിടെ പാദഗണപതി ക്ഷേത്രമാണ്, അവിടെയാണുള്ളത്. അപ്പോൾ ഗിരിവലത്തിൻ്റെ അവസാന ലാപ്പ്. അപ്പോൾ ഇങ്ങനെ കൂടി നമ്മൾ ഗിരിവലം എടുത്തു, ഇങ്ങനെ വന്നു. അപ്പോൾ ഇവിടെ തൊഴുത്, അത് കഴിഞ്ഞ് ഇവിടെയും തൊഴുതിട്ടാണ് ഗിരിവലത്തിന് പോയത്. ഇനി നേരെ തിരുവാവണംകുടി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അമ്പലത്തിലെ ആവശ്യത്തിനുള്ള വാഹനങ്ങൾ മാത്രം കയറ്റുന്നു. ഭയങ്കര ബന്ധവസാണ്. കച്ചവടക്കാരൊക്കെ ഇവിടെയാണ് നിൽക്കുന്നത്. പഴനിമല ഗേറ്റ് നമ്പർ 3 ആണ്. നേരത്തെ അകത്ത് കച്ചവടക്കാരുണ്ടായിരുന്നു, ഇപ്പോൾ കച്ചവടക്കാരെ അകത്ത് സമ്മതിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ ഭസ്മം ഇതൊക്കെ ആയിട്ട് വിൽക്കാനായിട്ട് ആൾക്കാരുണ്ട്. മാങ്ങയുണ്ട്, കാവടിയുണ്ട്, ഒന്നും ഇവിടെ സമ്മതിക്കുന്നില്ല. അവിടെ കൊട്ട് കെക്കുന്നുണ്ട്. അപ്പോൾ കാവടി കൊണ്ടുവരികയാണെന്ന് തോന്നുന്നു. കാവടി വരികയാണ്. അതെ, കാവടി അല്ല, ഇതെന്തോ തീർത്ഥ ജലോ പ്രസാദമോ മറ്റോ ആണ് കോവിലിലേക്ക്. ഇതാണ് കൊണ്ടുവരുന്നത്. വെള്ളി തളികയിൽ ഭഗവാനുള്ള നേദ്യമാണ് ആണ് കൊണ്ടുവരുന്നത്. അപ്പോൾ തിരുവാവണംകുടി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ നടക്കുന്നത്. ആ ഗിരിവല വീതിയിൽ ഇങ്ങനെ കൂടി വേണം ആവണംകുടി വരാനെന്നാണ് ആ മീനാക്ഷി ക്ഷേത്രത്തിലെ പുരോഹിതൻ പറഞ്ഞത് കേട്ടോ. ഇതെനിക്ക് ആദ്യമായിട്ടുള്ള അറിവാണ്, അതുകൂടി പറയാം. ആ അറിവ് എല്ലാവരോടും പങ്കുവയ്ക്കാമെന്ന് തോന്നുന്നു. ഇതെല്ലാം ഈ യൂട്യൂബ് കാണുന്ന എല്ലാവരുടെയും ആ പ്രാർത്ഥന അനുഗ്രഹം, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സാധിച്ചത്. ഇത് ആദ്യമായിട്ട് എത്ര പ്രാവശ്യം പഴനി വന്നിട്ടുണ്ട്, ആദ്യമായിട്ടാണ് ഇതറിയുന്നത്. ചേച്ചിമാർ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇത് വിൽക്കാനൊക്കെ ചെയ്യുന്ന ആൾക്കാർ. ചിലർ തിരുവാവണംകുടി ഗോപുരമാണ് കാണുന്നത്. ഇത് കാണാം, പഴനിമല മുരുക എന്നുള്ളത്. സാധാരണ ഇതനുസരിച്ച് തിരക്ക് കുറവാണ്. പക്ഷേ തിരുവാവണംകുടിയിലേക്ക് നമ്മൾ പോവാണ്. 2 മിനിറ്റ് 31 ഒക്കെ തന്നെ. അപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് ഈ വീഡിയോ പഴനി ഗിരിവലം. അപ്പോൾ തിരുവണ്ണാമല ഗിരിവലം കംപ്ലീറ്റ് ഇത് ചെയ്തിട്ട് പഴനി ഗിരിവലം ഇടുകയുള്ളൂ കേട്ടോ. അതൊന്ന് അറിയിക്കുകയാണ്. ഒന്ന് ജിയോയുടെ നെറ്റ്വർക്കാണ്, പക്ഷേ 15 GB ഡാറ്റ, ഒരു 399 2 GB പെർ ഡേ ഞാൻ ഇട്ടിട്ടുണ്ട്. അതുകൂടാണ്ട് 15 GB ഡാറ്റ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാമണേ നക്കമണേന്ന് പറഞ്ഞ പോലെ പ്രയോജനമില്ല. നമ്മുടെ സ്വന്തം ജിയോയാണ്, പറയാൻ വിഷമമുണ്ട്. പക്ഷേ ഡാറ്റ അനുസരിച്ച് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനാണ് നമ്മൾ ഇത്രയും ഡാറ്റ ഇടുന്നത്. പക്ഷേ അതനുസരിച്ച് കിട്ടുന്നില്ല. അവരുടെ ലക്ഷ്യം എനിക്ക് തോന്നുന്നു ഹോട്ട്സ്റ്റാറൊക്കെ നോക്കുകയാണെന്ന് തോന്നുന്നു. എന്തോ ആവട്ടെ, എല്ലാവർക്കും ബിസിനസ് താല്പര്യങ്ങൾ, അതിൽ മാനുഷിക മൂല്യങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ല എന്ന് തോന്നുന്നു. എങ്കിലും ഭാരതത്തിൽ ടെലികോം ഇതിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചത് ഒന്ന് ജിയോയാണ്. എനിക്ക് തോന്നുന്നു ആദ്യം ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറിൻ്റെ BPL ആയിരുന്നു എന്ന് തോന്നുന്നു. അവർ പേജർ സർവീസൊക്കെ കൊണ്ടുവന്നു. പിന്നെ അവരുടെ എന്തോ ചെറിയ മൊബൈലും ഉണ്ടായിരുന്നു എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ BPL അന്ന് വന്നപ്പോൾ ബിലോ പോർട്ടിലായി. ഞങ്ങൾ ബാങ്കിലായപ്പോൾ ആകുമ്പോൾ BPL ബിലോ പോർട്ടിലായി. അപ്പോൾ സാധാരണക്കാരനുള്ളതാണെന്നുള്ള ഒരു രീതിയിൽ ഒക്കെ കണ്ടിരുന്നു. പക്ഷേ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ പിന്നെ ലക്ഷദ്വീപിൽ നിന്ന് 2005 കേരളത്തിൽ വന്നതിന് ശേഷമാണ് മൊബൈൽ യൂസ് ചെയ്യുന്നത്. ശരിക്കും 2001 മൊബൈൽ വന്നു. ഇതിൻ്റെ കൂടെ അതുമൊന്ന് പറയുകയാണ്. ശരവണഭവ പട്ടയ്യ നായിഡു പാലസ് കേട്ടോ. ഇതൊക്കെ പണ്ടേ ഓരോ പേർക്ക് കൊടുത്തിരുന്നതാണ്. ഇതാണ് തിരുവാവണംകുടി ക്ഷേത്രം, 3ാമത്തെ പടവീടെന്നാണ് പറയുന്നത്. ഇവിടെ നിന്നാണ് മുരുകൻ മുകളിലോട്ട് പോയത്, പഴനി മലയിലേക്ക് പോയത് കേട്ടോ. ഇനി വരുമ്പോൾ ഈ ശിഖണ്ഡിപ്പാറ കൂടി കാണിച്ചു കൊണ്ടുള്ള ഇത് ചെയ്യാം വീഡിയോ. അതിനുള്ള നിയോഗം കിട്ടുകയാണെങ്കിൽ ഒന്നും പറയാൻ പറ്റുകയില്ല. ഒരു നിശ്ചയമില്ലൊന്നിനും എന്നാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ ആൾക്കാർ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ തിരുവാവണംകുടിയിൽ വരുമ്പോൾ അത് ഇതാകുന്നു എന്നുള്ളതാണ്. ഇതാണ് തിരുവാവണംകുടി ക്ഷേത്രം. പഴനിമല കണ്ടല്ലോ. ഇത് 4 മിനിറ്റ് 56 സെക്കൻഡ് എൻ്റെ
മിസ്സിസും ഗായത്രിജി നടന്നു വരുന്നു. പഴനി മല കണ്ടല്ലോ അല്ലേ? നമ്മൾ തിരുവാവണംകുടിയിലേക്ക് പോവുകയാണ്. തിരുവാവണംകുടി തിരുക്കോവിൽ. ഇവിടെ ക്ഷേത്രത്തിന് മുന്നിൽ അപ്പുറത്തെ സൈഡിൽ കൂടി കയറാം. തിരുവാവണംകുടി ഇങ്ങനെ കൂടിയും കയറാം നമുക്ക്. ഇവിടെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. നോക്കട്ടെ, വൈഫും ഇതും വരട്ടെ. അപ്പോൾ ചെരുപ്പ് വയ്ക്കാനുണ്ട്. ഇവിടെ ചെരുപ്പ് വയ്ക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ ക്ഷേത്രത്തിലേക്ക് കയറുകയാണ് കേട്ടോ, ചെരുപ്പ് വെച്ചിട്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ്. വിഷ് യു ആൾ ഹാപ്പി, ഹെൽത്തി, വെൽത്തി, ലോങ് ലൈഫ് വിത്ത് ഫാമിലി.